14 വയസ്സുള്ളപ്പോൾ പറഞ്ഞു, കേൾക്കണം, ഇന്ന നദിയിൽ കൊണ്ടുവന്ന് കുളിച്ച് ശുദ്ധീകരിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചിട്ട് അതേ നദിയിൽ മുക്കി കൊന്നു കളഞ്ഞാൽ വീടിന്റെ ശാപം മാറും. 12-ാം മാസത്തിൽ നീലക്കള്ളറിൽ ജനിച്ച ഈ കൊച്ച് ശപിക്കപ്പെട്ട കൊച്ചാണ്. ഈ കൊച്ചാരാണ്? ശപിക്കപ്പെട്ട കൊച്ചാണ്. അതുകൊണ്ട് ഈ കൊച്ചാണ് നിങ്ങളുടെ എല്ലാ സർവനാശത്തിൻ്റെ കാരണം. ഈ പ്രശ്നം മാറണമെങ്കിൽ ആ മതത്തിൻ്റെ ആള് പറഞ്ഞു കൊടുത്ത പരിഹാരം എന്ന് പറയുന്നത്, ഇന്ന സ്ഥലത്തൊരു നദിയുണ്ട്, ആ നദിയിൽ കൊണ്ടുവന്ന് ഈ ബാലികയായ ദൈവങ്ങളുടെ അടുത്ത് പോയി മടുത്തു, നേർച്ചകൾ ചെയ്തു മടുത്തു, കാഴ്ചകൾ ചെയ്തു മടുത്തു, പലരും പറയുന്നത് പലതും ചെയ്തു മടുത്തു, ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ നിവൃത്തിയില്ല, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ല, താമസിക്കാൻ പാർപ്പിടമില്ല, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ബേസിക്കായിട്ട് ആവശ്യമുള്ളതൊന്നും ഇവിടെ ലൈഫിലില്ല. വിദ്യാഭ്യാസം മുടങ്ങി, അതിൻ്റെ ഇടയിൽ വേറൊരു കൊലപാതക കുറ്റം ഇവിടെ തലയിൽ വന്നു, സകലതും തകർന്ന് തരിപ്പണമായി ഒരു തൊഴുത്തിനകത്ത് ശേഷിക്കുക. മരിക്കാൻ തീരുമാനിച്ചു, കര ഉയർത്തിട്ട് പറഞ്ഞു, ഏതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ സൂയിസൈഡ് ചെയ്യും. ആ പഞ്ചാബ് നങ്കൽ ഡാമിൽ 3 ആഡംബരമായിട്ടുള്ള വീടുകൾ, 3 ഷോപ്പിംഗ് കോംപ്ലക്സ്, ട്രാൻസ്പോർട്ടേഷൻ്റെ ബിസിനസ്, മറ്റു ആ പട്ടണത്തിൽ തന്നെ ഒത്തിരി പ്രോപ്പർട്ടികളുണ്ട്. അങ്ങനെ ഒത്തിരി സമ്പത്തിനകത്ത് നിന്നൊരു കുടുംബമാണ്. യേശുവിനെ അറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കുടുംബം, സമ്പത്ത് കൊണ്ട് കുമിഞ്ഞുകൂടിയ ഒരു കുടുംബം. യേശുവിനെ അറിയാൻ ഒരു സാധ്യതയില്ല. അമ്മയുടെ കുടുംബക്കാരെന്ന് പറയുന്നതെല്ലാം രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അമ്മ പഞ്ചാബ് ലുധിയാനയിൽ BJPയുടെ ഒരു ഉയർന്ന ലീഡറായിരുന്നു. എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ കസിനാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കോഹ്ലി. അപ്പോൾ രാജ്യത്തെ ഭരിച്ച ഭരണകർത്താക്കന്മാർ അവിടെ വീട്ടിനകത്തുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, യേശുവിനെ അറിയാൻ സാധ്യതയില്ല. രാഷ്ട്രീയ ബലമുണ്ട്, സമ്പത്തിൻ്റെ ബലമുണ്ട്, മാത്രമല്ല ദൈവത്തിൻ്റെ ബലവുമുണ്ട്. കാരണം അവർ സിഖ് മതക്കാര്, ദൈവത്തിന് കുറവില്ല, 10 ദൈവങ്ങളുമുണ്ട്. ഇങ്ങനെ കിടക്കുന്നത് ഭർത്താവ് മരിച്ചുപോയൊരു വിധവയായ സ്ത്രീ കണ്ടു. ആ സ്ത്രീക്ക് ഇവനോട് ദയവ തോന്നി. കോഹ്ലി എന്ന എൻ്റെ വൈഫിൻ്റെ അപ്പനെ വിളിക്കുന്നത് ആ നാട്ടുകാരെ, കോഹ്ലി സാബ് ഒരു കാര്യം ചെയ്യാം, ഭാര്യയും 3 മക്കളുമായിട്ട് 5 പേര്, മൊത്തം 5 പേരാ റോഡിൽ കിടക്കുന്നേ, ഭാര്യയും 3 മക്കളുമായിട്ട് വേണമെങ്കിൽ ഈ പശുവിൻ്റെ തൊഴുത്തി വന്ന് കിടക്കാം. ആ സ്ത്രീയുടെ ഔദാര്യം കൊണ്ട് നീണ്ട 2.5-3 വർഷം പശുവിനെ വളർത്തിയ തൊഴുത്തിനകത്ത് കടന്നു. അവരുടെ ആ മതത്തിൻ്റെ ആള് അവരുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ 2ാമത്തെ മകൾ ശപിക്കപ്പെട്ടവരാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ജസ്മീത് കൗർ കോഹ്ലി എന്നാണ്. എല്ലാവരും പറഞ്ഞിട്ട് എന്താണ്? അയ്യോ പറഞ്ഞില്ല, ജസ്മീത് കൗർ കോഹ്ലി പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞത് ജസ്മീത് കൗർ കോഹ്ലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാളിയല്ല, പഞ്ചാബിയാണ്. സിഖ് മതത്തിൽ നിന്ന് യേശുവിനെ അറിഞ്ഞ ആളാണ്. സിഖ് മതത്തിൽ നിന്ന് യേശുവിനെ അറിഞ്ഞ ആളാണ്. യേശുവിനെ അറിയാൻ ഒരു സാധ്യതയില്ലാത്ത കുടുംബമായിരുന്നു. യേശുവിനെ അറിയാൻ ഒരു സാധ്യതയും ഇല്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, യേശുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വരുന്നത് സകലതും തകർന്ന് തരിപ്പണമാകുമ്പോഴാണ് ഇവിടെ വരുന്നേ. വല്ലതും ഉള്ളവരൊന്നും ആരടുത്ത് വരത്തില്ല, യേശുവിൻ്റെ അടുക്കൽ വരത്തില്ല. ഉള്ളതൊക്കെ വെച്ച് നമ്മുടെ ആ രക്തസ്രവക്കാരിയായ സ്ത്രീ പോയതുപോലെ അവളുടെ സമ്പത്ത് മുഴുവനും വിറ്റ് വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ട് എല്ലാം തീരുമ്പോഴേ ഇവിടെ വരത്തുള്ളൂ. അതുകൊണ്ട് ഈ പെന്തക്കോസ് സഭകൾ ചെറുതായി പോയത്. കാര്യം എല്ലാം തീർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നേ. കാര്യം അവരുടെ കയ്യിൽ സഭ പണിയാൻ എന്തില്ല, പൈസ ഇല്ല, വണ്ടിക്കൂലി നമ്മൾ അങ്ങോട്ട് കൊടുത്തു വിടുക. ആരോ പറഞ്ഞു നമ്മൾ പൈസ കൊടുത്ത് മതം മാറ്റിയാന്ന്. ഇല്ല, നമുക്ക് കൊടുക്കാനൊന്നുമില്ല, വരുന്നവന് തരാനും ഒന്നുമില്ല. കാര്യം എന്നറിയോ, ഇവിടുത്തെ സകല മതത്തിൻ്റെ അടുക്കലും മതത്തിൻ്റെ പുരോഹിതന്മാരടുത്ത് കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ ബിന്ദു സിസ്റ്റർ, ഈ 3 ദിവസത്തെ ഈ മഹായോഗം ഇവിടെ ഓഡിറ്റോറിയം എടുത്ത് ഇത്ര സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ച് ഈ പട്ടണം മുഴുവൻ, ഈ പഞ്ചായത്ത് മുഴുവൻ, ഈ ഏരിയ മുഴുവൻ പോസ്റ്റ് അടിച്ച് മീറ്റിംഗ് നടത്തിയിട്ട് സ്തോത്രക്കാഴ്ച എടുത്തിട്ടില്ല. അപ്പം നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടുമല്ല ഈ മീറ്റിംഗ് ചെയ്യുന്നേ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം പറഞ്ഞേ. അപ്പം ശ്രദ്ധിക്കണം, യേശുവിനെ അറിയാൻ ഒരു സാധ്യതയുമില്ലാത്ത കുടുംബം. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം,
എൻ്റെ വൈഫിൻ്റെ പപ്പയുടെ കുടുംബക്കാരൊക്കെ, അപ്പൻ്റെ കുടുംബക്കാരൊക്കെ ബിസിനസ്സുകാർ. അവിടെ സ്ഥലം പഞ്ചാബ് ചണ്ഡീഗഡിൽ നിന്നൊരു 120 കിലോമീറ്റർ മാറി നങ്കൽ ഡാം എന്ന് പറഞ്ഞ സ്ഥലം ഹിമാചലിനോട് ചേർന്ന് കിടക്കുന്ന, ഹിമാചലിൽ പോകാൻ 1 കിലോമീറ്റർ ഇല്ല. എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടു ബാക്കിലാണ് ഹിമാചൽ ബോർഡർ. ഹിമാചൽ ഉണ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ്. അവിടെ ചെല്ലാൻ 90 മീറ്ററേ ഉള്ളൂ, 1 കിലോമീറ്റർ ഇല്ല, കറക്റ്റ് 90 മീറ്ററേ ഉള്ളൂ. ഹിമാചൽ എന്ന് പറഞ്ഞാൽ ഹിമാചലിനോട് ചേർന്ന് കിടക്കുന്ന നങ്കൽ ഡാം എന്ന് പറയുന്ന സ്ഥലം, മനോഹരമായ സ്ഥലം, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഉള്ളത് അവിടെയാണ്. ഭാഗ്ര ഡാം എന്ന് കേട്ടിട്ടുണ്ടോ? ഏറ്റവും വലിയ ഡാമാണ്. പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നദികൾ ചേർന്നതാണ് പഞ്ചാബ്. അങ്ങനെ ഒരു സ്ഥലത്ത് ജനിച്ചവർ. എൻ്റെ വൈഫിൻ്റെ പിതാവിൻ്റെ കുടുംബക്കാരെല്ലാം ബിസിനസ്സുകാരാണ്. ആ പഞ്ചാബ് നങ്കൽ ഡാമിൽ 3 ആഡംബരമായിട്ടുള്ള വീടുകൾ, 3 ഷോപ്പിംഗ് കോംപ്ലക്സ്, ട്രാൻസ്പോർട്ടേഷൻ്റെ ബിസിനസ്, ആ പട്ടണത്തിൽ തന്നെ ഒത്തിരി പ്രോപ്പർട്ടികളുണ്ട്. അങ്ങനെ ഒത്തിരി സമ്പത്തിനകത്ത് നിന്നൊരു കുടുംബമാണ്. യേശുവിനെ അറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കുടുംബം, സമ്പത്ത് കൊണ്ട് കുമിഞ്ഞുകൂടിയ ഒരു കുടുംബം. യേശുവിനെ അറിയാൻ ഒരു സാധ്യതയില്ല. അമ്മയുടെ കുടുംബക്കാരെന്ന് പറയുന്നതെല്ലാം രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അമ്മ പഞ്ചാബ് ലുധിയാനയിൽ BJPയുടെ ഒരു ഉയർന്ന ലീഡറായിരുന്നു. എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ കസിനാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കോഹ്ലി. അപ്പോൾ രാജ്യത്തെ ഭരിച്ച ഭരണകർത്താക്കന്മാർ അവിടെ വീട്ടിനകത്തുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, യേശുവിനെ അറിയാൻ സാധ്യതയില്ല. ഒന്ന്, അമ്മയുടെ കുടുംബക്കാരെല്ലാം രാഷ്ട്രീയ ബലമുള്ളവർ, അപ്പൻ്റെ കുടുംബക്കാരെല്ലാം സമ്പത്തിൻ്റെ ബലമുള്ളവർ. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവർ യേശുവിനെ അറിഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രീയ ബലമുണ്ട്, സമ്പത്തിൻ്റെ ബലമുണ്ട്, മാത്രമല്ല ദൈവത്തിൻ്റെ ബലവുമുണ്ട്. കാരണം അവർ സിഖ് മതക്കാര്, ദൈവത്തിന് കുറവില്ല, 10 ദൈവങ്ങളുമുണ്ട്. ദൈവത്തിന് കുറവുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻസ് ആണ് കേട്ടോ. കാര്യം അറിയോ, നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. യേശുവിനെ മാത്രം വിളിച്ചാൽ മതി. ഏക സത്യ ദൈവം ഒരുവരെയുള്ളൂ, അത് യേശുവാണ്. അതുകൊണ്ടൊന്ന് സന്തോഷിച്ചൊന്ന് കരമടിച്ചൊന്ന് ആരാധിച്ചേ. നമുക്കൊരു ദൈവം ഉള്ളത് കൊണ്ടൊന്ന് ആരാധിച്ചാട്ടെ. അപ്പൊ സമ്പത്തിന് കുറവില്ല, ആൾബലത്തിന് കുറവില്ല, രാഷ്ട്രീയ ബലത്തിന് കുറവില്ല, ദൈവങ്ങൾക്കും കുറവില്ല. ഇങ്ങനെ ഉള്ളൊരു കുടുംബം യേശുവിനെ അറിയാൻ, അതാ ഞാൻ പറഞ്ഞു, ഒരു സാധ്യതയുമില്ല. പക്ഷെ അറിഞ്ഞു. ഇന്നേക്ക് 19 വർഷങ്ങൾക്ക് മുമ്പ് ഈ യേശുവിനെ അറിഞ്ഞു. എന്താ റീസൺ? സമ്പത്തിന് ചെയ്യാൻ പറ്റാത്തത്, രാഷ്ട്രീയ ബലത്തിന് ചെയ്യാൻ പറ്റാത്തത്, അവരാരാധിച്ചു വന്ന 10 ഗുരുക്കന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് യേശു ചെയ്തു. ഇന്ന് രാത്രി ആ പ്രവൃത്തി ഈ വെമ്പന്നൂരിലും യേശു ചെയ്യും. യേശു ചെയ്യും. ഹല്ലേലൂയ. യേശു ഒരു പ്രവൃത്തി ചെയ്തു. എന്താണെന്നറിയോ? അത് പറഞ്ഞെന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. എന്താ യേശു ചെയ്ത പ്രവൃത്തി? കേൾക്കണേ പ്രിയരെ, യേശുവിനെ അറിയാൻ ഒരു സാധ്യതയില്ലാത്ത കുടുംബം. ഇവരിങ്ങനെ ഈ ബിസിനസ്സിൽ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ, എൻ്റെ വൈഫിൻ്റെ പിതാവിന് മൂത്ത 2 ജ്യേഷ്ഠന്മാരുണ്ട്. കേൾക്കണം, ഇവർ വളർന്നു വന്നപ്പോൾ മൂത്ത 2 ജ്യേഷ്ഠന്മാർക്ക് ചെറിയൊരു അസൂയ തോന്നി. ചെറിയൊരു അസൂയ. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഈ രക്തബന്ധങ്ങൾക്ക് അസൂയ തോന്നാറുണ്ടോ? രക്തബന്ധങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു വെമ്പന്നൂർ അങ്ങനെയൊന്നുമില്ലെന്ന് തോന്നുന്നു. രക്തബന്ധങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് സ്വന്തം ചേട്ടൻ അനിയനെ അടിച്ചു കൊല്ലുമായിരുന്നു. എന്നാണെന്നറിയാവോ? അനിയൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ ചേട്ടൻ ഒരു ചെറിയ അസൂയ, പയ്യത്തോളെ കൈയിട്ടിട്ട് തോട്ടത്തിൽ കൊണ്ടുപോയി ഒറ്റയാടി. ഈ ബന്ധമുള്ളവർ തോളെ കൈയിടുമ്പോൾ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് അറിയത്തില്ല. ശത്രുവാണെങ്കിൽ അറിയാം, പെട്ടെന്ന് ഒന്ന് മിണ്ടുമ്പോൾ അവൻ വന്നു എന്തെങ്കിലും അടി കൂടെ ചെയ്യും. പക്ഷേ ഈ ബന്ധമുള്ളവർ കൈയിടുമ്പോൾ നമുക്കറിയാൻ പറ്റും, അടി കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ കൊല്ലാനായിരുന്നു കൈയിട്ടേ എന്ന്. അതിനും ആള് കേൾക്കണം, തീർന്നില്ല. വേണമെങ്കിൽ അടുത്തൊരു ഉദാഹരണം കൂടെ തരാം. യോസെഫിന് വിരോധമായി നിന്നത് നാട്ടുകാരല്ല, പിന്നെ ആരാ പറഞ്ഞേ? സ്വന്തം ജ്യേഷ്ഠന്മാരല്ലേ പൊട്ടക്കിണറ്റിട്ട്. എന്താ കാരണം? ഒരു ദർശനം കിട്ടിയതുകൊണ്ട്, ഒരു സ്വപ്നം ദൈവം കാണിച്ചതുകൊണ്ട്, അത് ഷെയർ ചെയ്തപ്പോഴാണ് അവർക്ക് അസൂയ തോന്നിയത്. അപ്പോൾ ആർക്കാണ് അസൂയ തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുവനേക്കാൾ അടുത്തൊരുവൻ വളരുമ്പോൾ ഈ വളരാത്തവന് വളരുന്നവനോട് തോന്നുന്നതാണ് അസൂയ.
മനസ്സിലാവുന്നുണ്ടോ? വളരാത്തവന് വളരുന്നവനോട് തോന്നുന്നതാണ് എന്ത്? അസൂയ. ഈ അസൂയ എല്ലാവരോടും അങ്ങനെ തോന്നാറില്ല. ഈ അസൂയ എന്ന് ഈ അസൂയയുടെ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ എന്തും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മുഴുവനും വലിയ ഹൈപ്പർ മാർക്കറ്റുള്ള ആളാണ് ആര്? യൂസഫ് അലി എന്ന് പറഞ്ഞ സാറ്, ലുലു അല്ലേ? ലുലുവിൻ്റെ ഡയറക്ടറായിരിക്കുന്ന യൂസഫ് അലി സാർ ഈ വെമ്പന്നൂർ വന്ന് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കിന് അസൂയ തോന്നും? അങ്ങനെ തോന്നുന്നുള്ളവർ കാര്യം നിർത്തിയാട്ടെ. ഒരു സ്വോത്രമൊക്കെ പറഞ്ഞു, ഇത് ചിലപ്പോൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റൊക്കെ വന്ന് ഈ പട്ടണം ഡെവലപ്പായാലോ ഒന്ന്, അതൊക്കെ പറയുമ്പോൾ ഒന്ന് സ്വോത്രം പറഞ്ഞോണം. വരട്ടെന്നേ, ഇവിടെ ഹൈപ്പർ മാർക്കറ്റൊക്കെ വരട്ടെന്ന്. ഇവിടെ അസൂയ തോന്നൂ? ഇല്ല. ലുലുവിൻ്റെ ഡയറക്ടറായിരിക്കുന്ന യൂസഫ് അലി സാർ വന്ന് വെമ്പന്നൂർ വന്ന് ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും അസൂയ തോന്നത്തില്ല. ഭയങ്കര പുള്ളി പറയാം, ഇവിടെ എൻ്റെ വീട്ടിനടുത്തിൽ യൂസഫ് അലി സാർ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്തു? തുടങ്ങി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ചേട്ടനോ അനുജനോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഏതെങ്കിലും കൂട്ടുകാരനോ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങണ്ട, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലോ? കണ്ട, ഇപ്പോൾ സ്വോത്രമൊക്കെ പോയി. ഹൈപ്പർ തുടങ്ങണ്ട, സൂപ്പർ തുടങ്ങിയാലോ? മിണ്ടുന്നില്ല. ആ ഇനാഗ്രേഷനിൽ പോയി പങ്കെടുക്കുകയും ചെയ്യും, 100 കുറ്റം എന്ത് ചെയ്യും? പപ്സും കഴിച്ചുകൊണ്ട് കുറ്റം എന്ത് ചെയ്യും? മിണ്ടുന്നില്ല. കട, ഇപ്പോൾ സ്വോത്രമൊക്കെ പോയി. അപ്പോൾ യൂസഫ് അലി തുടങ്ങിയാൽ കുഴപ്പമില്ല, നമ്മുടെ വേണ്ടപ്പെട്ടവർ തുടങ്ങിയാൽ എന്തുള്ളൂ? അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നത് അന്യരോട് തോന്നുന്നതല്ല, സ്വന്തക്കാരോട് ബന്ധമുള്ളവരോട് തോന്നുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ബൈബിളിനകത്ത് വേറൊരു വാക്യമുണ്ട്. ഈ അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായതുപോലെ ഇസഹാക്കിൻ്റെ കാലത്തും ഉണ്ടായി അല്ലേ? ഉൽപ്പത്തി 26-ാം അധ്യായം പഠിക്കുമ്പോൾ ഞാൻ വായിപ്പിക്കുന്നില്ല. ഇസഹാക്ക് ക്ഷാമം ഉണ്ടായപ്പോൾ എവിടെ വന്നു? ഗെരാറിൽ വന്നു. ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ വന്നു. യഹോവയായ ദൈവം പറഞ്ഞു, നീ ഗെരാറിൽ താമസിക്കണം, ഇവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്ക് ഈ ദേശം എന്ത് ചെയ്യും? തരും. കേൾക്കണം, അബ്രഹാം സാറയെ സഹോദരിയാണെന്ന് പറഞ്ഞതുപോലെ ഇസഹാക്കും റബേക്കയെ അബീമേലെക്കിനോട് സഹോദരിയാണെന്ന് പറഞ്ഞു. അബീമേലെക്ക് കണ്ടുപിടിച്ചു ഇത് സഹോദരി അല്ല, ഭാര്യയാണെന്ന് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. കേൾക്കണം, രാജാവിനോട് കള്ളം പറഞ്ഞപ്പോൾ രാജാവ് ആ കള്ളം എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾ ഒരു കള്ളം പറയുമ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ, ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറയുന്നത് വേറെയാണ്, മറിച്ച് പറഞ്ഞ കള്ളം പറയാതെ ആരോടാണോ പറഞ്ഞത് ആ വ്യക്തി ആ കള്ളം കണ്ടുപിടിക്കുന്നത് വേറെയാണ്. ഞാനിപ്പോൾ ബിന്ദു സിസ്റ്ററോട് ഒരു കള്ളം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, സിസ്റ്ററെ ഞാൻ സോറി കേട്ടോ, ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞു, ഞാനത് തിരുത്തിയില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ബിന്ദു സിസ്റ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്നോട് സ്നേഹം തോന്നുന്നു, ദേഷ്യം തോന്നും. ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഇസഹാക്ക് പറഞ്ഞ കള്ളം, ഇസഹാക്ക് കള്ളം പറഞ്ഞതാന്ന് പറഞ്ഞതല്ല, അബീമേലെക്ക് കണ്ടുപിടിച്ചതാണ്. അതാരാ? ഞാൻ ചോദിക്കട്ടെ, രാജാവിനോട് കള്ളം പറഞ്ഞവൻ ജീവിച്ചിരിക്കുമോ? രാജാവിനോട് കള്ളം പറഞ്ഞ, അത് ചെറിയ കള്ളമല്ല പറഞ്ഞത്, അവൻ ഭാര്യയെ സഹോദരിയാന്ന് പറഞ്ഞേ, അത് മറ്റുള്ളവരെയും കൂടെ പ്രശ്നമാക്കുന്ന കള്ളമാണ് പറഞ്ഞേ. പക്ഷേ ഇവിടെ രാജാവ് ഇസഹാക്കിന് അനുകൂലമാകുന്നതിന് പകരം അബീമേലെക്ക് ഇസഹാക്കിനെ സപ്പോർട്ട് ചെയ്തു. എന്താ പറഞ്ഞെന്നറിയോ? ഈ പുരുഷനെയോ ഇവന്റെ ഭാര്യയോ തൊടുന്നവനെ മരണശിക്ഷയ്ക്ക് യോഗ്യനാക്കുമെന്ന് കൽപ്പിച്ചു. അബീമേലെക്ക് എന്താ പറഞ്ഞേ? ഈ പുരുഷനെയോ ഭാര്യയോ തൊടുന്നവനെ മരണശിക്ഷയ്ക്ക്, കേൾക്കണം, പ്രതികൂലമാകേണ്ട സാഹചര്യത്തെ ദൈവം എന്താക്കി? അനുകൂലമാക്കുക മാത്രമല്ല, അബീമേലെക്ക് ഇസഹാക്കിന് ഗെരാറിൽ വിത്തിറക്കാനുള്ള അനുവാദവും കൂടെ കൊടുത്തു. എന്തിറക്കാൻ? വിത്തിറക്കാൻ. അതാണ് ഉൽപ്പത്തി 26:12. ആ ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു, 100 മേനി കൊയ്തു. ദൈവം അവനെ അനുഗ്രഹിച്ചു, വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അടുത്ത വാക്യം, ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർക്ക് അവന് എപ്പോഴാ അസൂയ തോന്നിയേ? ക്ഷാമം ഉണ്ടായപ്പോൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ ഗെരാറിൽ വന്നപ്പോഴാണ് അസൂയ തോന്നിയേ.
അല്ല, ഗെരാറിൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ. കേൾക്കണം, ക്ഷാമമായിട്ട് വന്നപ്പോൾ അബീമേലെക്ക് ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു, വിത്തിറക്കാനുള്ള അനുവാദം കൊടുത്തു. എന്നാൽ ഉൽപ്പത്തി 26:16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അബീമേലെക്ക് ഇസഹാക്കിനോട് പറഞ്ഞൊരു പദമുണ്ട്, ആമേൻ, നീ ഞങ്ങളെക്കാൾ ബലവാനാകൊണ്ട് ഈ പട്ടണം വിട്ട് നീ പോണം. കണ്ടോണേ, സപ്പോർട്ട് ചെയ്തവൻ ഇപ്പൊ ആരായി? പ്രതികൂലമായി. കാര്യം എന്നറിയോ? ഇസ്ഹാക്ക് വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി എന്ന് പറഞ്ഞാൽ അവൻ ഗെരാറിലെ രാജാവ്, ഫെലിസ്ത്യരുടെ രാജാവിനെക്കാളും വലിയവൻ ഇസ്ഹാക്കായി. അപ്പോൾ അസൂയ ആർക്കാ തോന്നുന്നറിയാവോ? ഒരുവനേക്കാൾ വളരുമ്പോഴാണ്. ഇസ്ഹാക്ക്, നീ വളർന്നു, എൻ്റെ അത്ര വളരണ്ട, എനിക്ക് മീതയും വളരണ്ട, 2 സ്റ്റെപ്പ് താഴെ വളർന്നാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നീ ഏതുവരെ വളരണ്ട? എനിക്ക് മീതയും വളരണ്ട, എനിക്കൊപ്പവും പകുതി വരെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ എന്തില്ല, കുഴപ്പമില്ല, നീ ഇവിടെ നിന്നോ. പക്ഷെ നീ എൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക്. അതാണ് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെക്കാൾ മറ്റുള്ളവർ ഉയരുമ്പോൾ ഉണ്ടാകുന്നതാണ്. സ്തോത്രം പറഞ്ഞേ. കേൾക്കണം, എൻ്റെ വൈഫിൻ്റെ പിതാവിന് ബിസിനസ്സിനകത്ത് വലിയ വളർച്ച ഉണ്ടായപ്പോൾ ചേട്ടന്മാർക്ക് അത് അത്ര വലിയ സുഖിച്ചില്ല. അങ്ങോട്ട് ഈ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാത്തവരെന്ന് ഈ കയ്യിനാണെങ്കിൽ തോട്ടത്തിൽ കൊണ്ടുപോയി അടിച്ചു കൊന്നു. ഇവർ കൊല്ലുകയല്ല ചെയ്തത്, നൈസായിട്ട് പോയി അങ്ങ് ആഭിചാരം ചെയ്തു, മന്ത്രവാദം ചെയ്തു. എന്ത് ചെയ്തു? മന്ത്രവാദം. എന്താ സംഭവിച്ചെന്നറിയാവോ? അന്ന് എൻ്റെ വൈഫും കുടുംബവും ഒന്ന് യേശു ക്രിസ്തുവിൽ അല്ലാത്തത് കൊണ്ട് ആ മന്ത്രവാദം അവരുടെ ലൈഫിൽ വന്ന് ഭവിച്ചു. ആ മന്ത്രവാദം എന്ത് ചെയ്തു? ഭവിച്ചു. ഇവിടെയാണ് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ജനത്തിൻ്റെ വില. പ്രാർത്ഥിക്കുന്ന ജനത്തിന് വിരോധമായി എത്ര മന്ത്രവാദം ചെയ്താലും, എത്ര ആഭിചാരം ചെയ്താലും, അതല്ല ബൈബിൾ പറയുന്നത്, ആഭിചാരം ഇസ്രായേലിന് ഭരിക്കത്തില്ലെന്ന്, ലക്ഷണവിദ്യ യാക്കോബിന് ഏൽക്കത്തില്ലെന്ന്. വീണ്ടും ജനനം പ്രാപിച്ച ജനത്തെ ആഭിചാരം ചെയ്ത് ഒതുക്കാൻ പറ്റത്തില്ല, മന്ത്രവാദം ചെയ്ത് ഒതുക്കാൻ പറ്റത്തില്ല. ഇത് മന്ത്രവാദികളെ സുവിശേഷകന്മാരാക്കി മാറ്റുന്ന മാർഗമാണ് ക്രിസ്തു മാർഗം. അല്ലേ? സ്വതന്ത്രം പറഞ്ഞേ, സ്വതന്ത്രം പറഞ്ഞേ. ഒരു മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് കയറിപ്പോകുക, റോമൻ ഗവൺമെന്റിൽ നിന്ന് അധികാരം മേടിച്ചോണ്ട്. എന്തിനാ? ക്രിസ്തുവിനെ ആരാധിക്കുന്നവരെ തകർക്കാൻ വേണ്ടി. അതൊരു ആഭിചാരമല്ലേ? ഒരുവനെ തകർക്കണമെന്നുള്ള ചിന്ത അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ആഭിചാരമാണ്. ഇതിനർത്ഥം പോൾ ആഭിചാരം ചെയ്തെന്ന്. എന്നാൽ ആഭിചാരം ചെയ്തവനെ കൊണ്ട് ആ ക്രിസ്തുവിനെ പ്രസംഗിപ്പിച്ച മാർഗമാണ് ക്രിസ്തു മാർഗം എന്ന് പറയുന്നത്. സ്തോത്രം, 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 സ്തോത്രം. കണ്ടോണേ, ഇവരെ യേശുവിൽ അല്ലാത്തത് കൊണ്ട് അവർ ചെയ്ത ആഭിചാരവും മന്ത്രവാദവും ഒക്കെ വന്ന് അങ്ങ് ഭവിച്ചു. എന്താ സംഭവിച്ചത്? ഈ ആഭിചാരം ഇവർക്ക് വന്ന് ഏറ്റപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ബിസിനസ് തകരാൻ തുടങ്ങി. ഇപ്പോൾ ഷോപ്പിനകത്ത് വലിയ മൂവില്ല. ഈ ബിസിനസ്സൊക്കെ വളരെ അങ്ങ് ഡള്ളാകാൻ തുടങ്ങി. വീട്ടിനകത്ത് ഓരോ വ്യക്തികൾക്ക് ഒന്ന് മാറി രോഗം. ഇവരുടെ ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഇവരുടെ വാഹനങ്ങൾ ഒന്ന് മാറി ആക്സിഡൻറ്റ്. പെട്ടെന്ന് ഭയങ്കര സാമ്പത്തിക തകർച്ചകൾ. അതുമാത്രമല്ല, വീട്ടിലിരിക്കാൻ വയ്യ, ഷോപ്പിനകത്തിരിക്കാൻ വയ്യ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയോ? വീടിൻ്റെ ചുമരങ്ങ് വെടിച്ചു കീറും. എന്നിട്ട് വീട്ടിൽ അവിടെ ദൈവങ്ങളുടെയും കുടുംബക്കാരുടെ ഒക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിലൂടെയും ചുമര് വെടിച്ചു കീറി മനുഷ്യൻ്റെ പച്ച രക്തം ഒഴുകി വരും. കണ്ടോ ആഭിചാരത്തിൻ്റെ പവർ? കണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, പിശാചിനും പവറുണ്ട്. പക്ഷേ പിശാചിനെ ഒതുക്കേണ്ട പവർ യേശുവിനെ ഉള്ളൂ. പിശാച് ഇടുന്ന രോഗത്തെ തകർക്കേണ്ട പവർ മെഡിക്കൽ സയൻസിനില്ല. പിശാച് ഇടുന്ന ശക്തിയെ, പിശാചിനെ തുരത്താനുള്ള പവർ ഈ ലോകത്തുള്ള മനുഷ്യനില്ല. പിശാചിനെ തുരത്താനുള്ള പവർ ഒരുവനേ ഉള്ളൂ. കാൽവറി ക്രൂശിൽ അവന്റെ തലയെ ചവിട്ടി മതിച്ച് മരണത്തെ പൊളിച്ചവർ അത് യേശുവിനേ ഉള്ളൂ. കണ്ടോ യേശുവിനെ അറിയാത്ത ഒരു ജാതികന്റെ കുടുംബത്തിനകത്ത് അവൻ്റെ ശക്തി അങ്ങോട്ട് വെളിപ്പെടുത്തുക. ചുമര് വെടിച്ചു കീറി ബ്ലഡ് വരുന്നു, ഇരിക്കാൻ വയ്യ. ഒരു ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷം. തീർന്നില്ല. വീടിൻ്റെ ഏത് കോണിൽ നോക്കിയാലും സർപ്പം പത്തി വിടർത്തിയിരിക്കും. പേടി.
വീട്ടിനകത്ത് ഓരോ വ്യക്തികൾക്ക് ഒന്നുമാറി രോഗം, പ്രശ്നങ്ങൾ, ബിസിനസ് തകർന്നങ്ങ് പോവുക. കടം കയറാൻ തുടങ്ങി. ഓരോ വീടായിട്ട് വിൽക്കാൻ തുടങ്ങി. ആദ്യം വീട്ടിലെ സാധനങ്ങൾ വിറ്റു, പിന്നെ വീട് വിറ്റു, ഷോപ്പിംഗ് കോംപ്ലക്സ് വിറ്റ് എല്ലാം വിറ്റു. ഇന്ന് രാത്രി ഈ വെമ്പന്നൂർ പട്ടണത്തിൽ നീ സാമ്പത്തികമായി നന്നായി പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ നീ പോലും അറിയാതെ പെട്ടെന്നൊരു തകർച്ചയിലേക്ക് കയറി. നീ വല്ലതും വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, അതൊരു പൈശാചിക തലവാണ്. അതിനെ പൊളിക്കാൻ പ്രാർത്ഥിക്കുന്നവർക്കേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇങ്ങനത്തെ അവസ്ഥയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഉള്ളതും കൂടെ നീ വിറ്റ് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തോട്ട് കയറി വാ. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി നീ പകുതിയെ വിറ്റിട്ടുള്ളൂ, ഇനി കുറച്ചുകൂടെ ഉണ്ട്. അതും വിറ്റ് കഴിഞ്ഞാൽ നേട്ടം ഉണ്ടാകത്തില്ല. അത് വിൽക്കുന്നതിന് മുന്നേ നിന്നെ രക്ഷിക്കാന് ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ചില കുടുംബത്തിന്റെ തകർച്ചയെ മാറാൻ, ചില കുടുംബത്തിന്റെ വേദനകളെ മാറ്റാൻ, ചിലരുടെ പരാജയങ്ങളെ മാറ്റാനാണ്. വിറ്റ് സകലതും നശിപ്പിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ഒരുവൻ സാമ്പത്തിക തകർച്ചയിലേക്ക് പോയി ബിഗ് സീറോ ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തിനകത്ത് എത്ര സമ്പന്നന്മാരുണ്ടെങ്കിലും, എത്ര ആൾബലമുള്ളവനുണ്ടെങ്കിലും, എത്ര രാഷ്ട്രീയക്കാരനുണ്ടെങ്കിലും ഒരുത്തരും സഹായിക്കാൻ കാണത്തില്ല. നീ തകരുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും. നിന്റെ രക്തബന്ധങ്ങൾ പോലും നിനക്ക് ഒരു സമയം കിടക്കാൻ വീടിൻ്റെ കതക് തുറന്നു തരത്തില്ല. അഥവാ തുറന്നു തന്നാലും നീ കയറി ചെല്ലുന്ന അന്ന് മുതൽ കണക്ക് പറയാൻ തുടങ്ങും, കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങും. അഥവാ സഹായിച്ചാലും കുത്തിക്കൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാവുന്നുണ്ടോ? ബന്ധുക്കൾ സഹായിക്കും, പക്ഷെ എന്ത് പറയും? പൈസ തരുകയും ചെയ്യും, ഒരു വാക്കൂടെ അങ്ങ് എന്ത് ചെയ്യും? അപ്പം അത് മേടിച്ച് വെച്ചിട്ട് വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യും? തോന്നും. പക്ഷെ ഗതികേട് കൊണ്ട് എന്ത് ചെയ്യും? ആ കുത്തു കൊടുത്തേനെന്നറിയോ? ഇത് കൊണ്ടുപോയിക്കോ, ഇനി അടുത്തെന്ത് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? തകർന്ന് തരിപ്പണമായി. കൊട്ടാരത്തിൽ കിടന്നവർ ഇപ്പോൾ വഴിവെക്കി കിടക്കുന്നു. ബസ് സ്റ്റാൻഡിൽ, കടത്തിണ്ണകളിൽ, സ്ലം ഏരിയയിൽ കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്നത് ഭർത്താവ് മരിച്ചുപോയൊരു വിധവയായ സ്ത്രീ കണ്ടു. ആ സ്ത്രീക്ക് ഇവരോട് ദയവ് തോന്നി. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു, പശുക്കൾ ചത്തുപോയി, പശുവിൻ്റെ തൊഴുത്ത് ഇപ്പം കാലിയായി കിടക്കുകയാണ്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, കൊഹ്ലി എന്ന എൻ്റെ വൈഫിൻ്റെ അപ്പനെ വിളിക്കുന്ന ആ നാട്ടുകാർ, കൊഹ്ലി സാബ് ഒരു കാര്യം ചെയ്യാം, ഭാര്യയും 3 മക്കളുമായിട്ട് 5 പേര്, മൊത്തം 5 പേരാണ് റോഡിൽ കിടക്കുന്നത്. ഭാര്യയും 3 മക്കളുമായിട്ട് വേണമെങ്കിൽ ഈ പശുവിൻ്റെ തൊഴുത്തി വന്ന് കിടക്കാം. ആ സ്ത്രീയുടെ ഔദാര്യം കൊണ്ട് നീണ്ട 2.5-3 വർഷം പശുവിനെ വളർത്തിയ തൊഴുത്തിനകത്ത് കിടന്നു. കൊട്ടാരത്തിൽ കിടന്നവർ ഇപ്പോൾ ഇവിടെ കിടക്കുക. പറ, തൊഴുത്തിനകത്ത് കിടന്നു. അപ്പോഴെല്ലാം പല മതങ്ങളുടെ അടുത്ത് പോകാൻ തുടങ്ങി. അവിടെ കിടന്നുകൊണ്ട് ഒരു മതങ്ങളെടുത്ത് പോയി, ഒത്തിരി മതങ്ങളെടുത്ത് പോയി, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരെണ്ണം മാത്രം ഞാൻ മെൻഷൻ ചെയ്യാം. ആരോ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ മതത്തിൻ്റെ ആ നേതാവിൻ്റെ അടുക്കൽ പോയി. ഞാൻ മതങ്ങളുടെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അവരുടെ ആ മതത്തിൻ്റെ ആള് അവരുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ 2ാമത്തെ മകൾ ശപിക്കപ്പെട്ടതാണ്. ഇവർ 3 പേരാണ്. മൂത്തത് സഹോദരി, 2ാമത്തെ എൻ്റെ വൈഫ്, ഏറ്റവും ഇളയത് ബ്രദറാണ്, ഏറ്റവും അനുജനാണ്. നിങ്ങളുടെ 2ാമത്തെ മകൾ ശപിക്കപ്പെട്ടതാണെന്ന് പറയാനുള്ള കാര്യം, നോർമലി ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് 10ാം മാസത്തിലാണ്. എത്ര മാസത്തിലാണ്? 10ാം മാസം. 10 മാസം തയ്ക്കത്തില്ല. 9 മാസം കഴിയുമ്പോൾ ഏതാഴ്ചയിൽ വേണമെങ്കിലും പ്രസവം സംഭവിക്കാം. എന്നാൽ എൻ്റെ വൈഫിൻ്റെ മാതാവ് പ്രസവിച്ചത് 12ാം മാസത്തിലാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലായിരിക്കാം. 12ാം മാസത്തിലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. 12ാം മാസത്തിലാണ്. 12ാം മാസത്തിൽ അദ്ദേഹത്തിനെ പ്രസവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കളർ വെളുത്ത കളറല്ല,
ഇരുനിറമല്ല, കറുത്ത കളറല്ല, നീല കളറായിരുന്നു. എന്തായിരുന്നു? നീല കളർ. 12-ാം മാസത്തിൽ നീല കളറിൽ ജനിച്ച ഈ കൊച്ച് ശപിക്കപ്പെട്ട കൊച്ചാണ്. ഈ കൊച്ചാരാണ്? ശപിക്കപ്പെട്ട കൊച്ചാണ്. അതുകൊണ്ട് ഈ കൊച്ചാണ് നിങ്ങളുടെ എല്ലാ സർവനാശത്തിൻ്റെ കാരണം. ഈ പ്രശ്നം മാറണമെങ്കിൽ ആ മതത്തിൻ്റെ ആൾ പറഞ്ഞു കൊടുത്ത പരിഹാരമെന്ന് പറയുന്നത്, ഇന്ന സ്ഥലത്തൊരു നദിയുണ്ട്, ആ നദിയിൽ കൊണ്ടുവന്ന് ഈ ബാലികയായ, അന്ന് ഇദ്ദേഹത്തിന് എത്ര വയസ്സാണ് ജാസ്മിത്തെ? അന്ന് എത്ര വയസ്സുണ്ട്? 7-8 വയസ്സാണോ? എത്ര വയസ്സാന്ന് ഇത് പറയുമ്പോൾ? 14 വയസ്സ്. 14 വയസ്സുള്ളപ്പോൾ പറയുകയാണ്, അദ്ദേഹത്തിന് 14 വയസ്സുള്ളപ്പോൾ പറഞ്ഞു, കേൾക്കണം, ഇന്ന നദിയിൽ കൊണ്ടുവന്ന് കുളിച്ച് ശുദ്ധീകരിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചിട്ട് അതേ നദിയിൽ മുക്കിക്കൊന്നു കളഞ്ഞാൽ വീടിൻ്റെ ശാപം മാറും. അതേ നദിയിൽ മുക്കിക്കൊന്നു കളഞ്ഞാൽ ശാപം മാറും. കണ്ടോ, ഈ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ നിൽക്കുന്ന, ഭാരതത്തിൽ ഏറ്റവും ടോപ്പ് ലെവൽ നിൽക്കുന്ന ഒരു മതത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ലീഡർ പറഞ്ഞു കൊടുത്ത ശാപം മാറാൻ പറഞ്ഞു കൊടുത്ത പോംവഴി, അമ്മ ജനിപ്പിച്ച കുഞ്ഞിനെ കുളിപ്പിച്ച് ശുദ്ധീകരിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് അതേ നദിയിൽ മുക്കിക്കൊന്നു കളയണമെന്ന്. അവിടെയാണ് യേശു വ്യത്യസ്തനായി നിൽക്കുന്നത്. ബൈബിൾ പറയുന്നു, നിന്റെ ശാപം മാറാൻ, നിന്റെ പാപം മാറാൻ നീ ബലിയാകണ്ട, നീ യാഗമാകണ്ട. നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കുലമരത്തിൽ ഒരുവൻ യാഗമായി തീർന്നു. സ്വത്രം 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 പറഞ്ഞേ. ഈ ലോകത്തുള്ള മതം പറയുന്നു, നിന്റെ ശാപം മാറണമോ? ആ മലയിൽ പോ, ഈ മലയിൽ പോ, ഇന്ന യാഗം കഴിക്കുക, കൊച്ചിൻ്റെ തല നീ മുട്ടയടിക്കുക, അത് ചെയ്യ്, ഇത് ചെയ്യ്, സൂര്യന് വെള്ളം കൊടുക്കുക, കോഴി കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ. ഒത്തിരി കർമ്മങ്ങൾ പറയുമ്പോൾ യേശു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. നീ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ശാപവും ഈ സുവിശേഷം മഹായോഗത്തിന്റെ 3-ാമത്തെ രാത്രിയിൽ ചില വീടുകൾക്കകത്ത് നിന്ന് ശാപത്തിന്റെ ശക്തികൾ അലമുറയിട്ട് നിലവിളിച്ച് ഓടിപ്പോകുകയാണ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചതെന്നറിയാവോ? ആ മതത്തിൻ്റെ നേതാവ് പറഞ്ഞതുപോലെ എൻ്റെ വൈഫിൻ്റെ അപ്പനും അമ്മയും രാവിലെ ആ നദിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു, ശുദ്ധീകരിപ്പിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, ആ നദിയിലിറക്കി പിടിച്ചു മുക്കാൻ ശരീരത്തിൽ തൊട്ടു. അന്നവർ സത്യദൈവത്തെ അറിഞ്ഞില്ലേലും ആ ദൈവം മുക്കാൻ അനുവദിച്ചില്ല. കാരണം എന്നാന്നറിയാവോ? അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകും മുമ്പ് യേശു കണ്ടു. ഇന്ന് രാത്രി യേശു കണ്ട ചിലർ ഇതിനകത്തുണ്ട്. അവൻ്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ മരണത്തിന് സ്വാധീനം പറ്റത്തില്ല, മരണത്തിന് ചെന്ന് പിടിക്കാൻ പറ്റത്തില്ല. അവൻ ചെന്ന് പിടിക്കുന്നതിന് മുന്നമേ ഇറങ്ങി വരുന്ന രക്ഷയുടെ കരമുണ്ട്. ആ രക്ഷയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്കിടയിൽ യേശു അല്ലാതെ വേറൊരു നാമമില്ല. അമ്മയുടെ കരം കൊല്ലാൻ വെച്ചു, യേശുവിൻ്റെ കരം രക്ഷിച്ചു. ഇതാണ് യേശുവിൻ്റെ കരത്തിൻ്റെ ബലമെന്ന് പറയുന്നത്. മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന യേശുവിൻ്റെ കരമാണ്. ലോകത്തിൻ്റെ കരം നിന്നെ പിച്ച് ചീന്തുന്നതാണ്, നിന്നെ കൊല്ലുന്നതാണ്, നിന്നെ നശിപ്പിക്കുന്നതാണ്, നിന്റെ മുച്ചൂടി ഇളക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരം, കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി തറയ്ക്കപ്പെട്ട ഈ കരം, ശിഷ്യന്മാരെ കാണിച്ച ഈ കരം, ഇത് തകർക്കുന്ന കരമല്ല, ഇത് രക്ഷിക്കുന്ന കരമാണ്. ഇത് രക്ഷിക്കുന്ന കരമാണ്. ഹല്ലേലൂയ. മുക്കിക്കൊല്ലാൻ അനുവദിച്ചില്ല കേട്ടോ, ദൈവം അനുവദിച്ചില്ല. അവർ ചിന്തിച്ചു, ഇങ്ങനൊരു മഹാ അപരാധം ചെയ്തിട്ടുള്ള ഒരു മോചനം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും തൊഴുത്തിലേക്ക് വന്നു.
അന്ന് രാത്രി എൻ്റെ വൈഫിൻ്റെ പിതാവ് സ്വർഗത്തിൽ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ജീവിക്കുന്ന ഏതേലും ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണം. കാരണം ദൈവങ്ങളെടുത്ത് പോയി മടുത്തു, നേർച്ചകൾ ചെയ്തു മടുത്തു, കാഴ്ചകൾ ചെയ്തു മടുത്തു, പലരും പറയുന്നത് പലതും ചെയ്തു മടുത്തു. ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ നിവൃത്തിയില്ല, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ല, താമസിക്കാൻ പാർപ്പിടമില്ല, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ബേസിക്കായിട്ട് ആവശ്യമുള്ളതൊന്നും ഇവിടെ ലൈഫിലില്ല. വിദ്യാഭ്യാസം മുടങ്ങി, ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ പറയാം, ഞാൻ അതൊക്കെ വിടുകയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു കൊലപാതക കുറ്റം ഇവിടെ തലയിൽ വന്നു, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുക. സകലതും തകർന്ന് തരിപ്പണമായി ഒരു തൊഴുത്തിനകത്ത് ശേഷിക്കുക. മരിക്കാൻ തീരുമാനിച്ചു, കര ഉയർത്തിട്ട് പറഞ്ഞു, ഏതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പിശാച് അപ്പുറത്തിൽ ചിന്തിക്കുക, ചിരിക്കുകയാണ്. മരണത്തിൻ്റെ അധികാരി, നീ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ തൂങ്ങും എന്ന് പറയുമ്പോൾ അവൻ ചിരിക്കും കേട്ടോ, അവൻ ചിരിക്കും. ഇന്ന് രാത്രി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ മുഖത്തെ വാടിപ്പിക്കുന്ന, അവനെ കരകിപ്പിക്കുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ്. അന്ന് രാത്രി കടന്നു കേട്ടോ. പിറ്റേ പ്രഭാതം രാവിലെ 5 മണിയായപ്പോൾ അവർ താമസിക്കുന്ന തൊഴുത്തിൻ്റെ മറയിൽ ഒരു ആൾ വന്ന് തട്ടുകയാണ്. പല ആവർത്തി തട്ടിയപ്പോൾ എൻ്റെ വൈഫിൻ്റെ പിതാവ് വന്നു ആ മറ നീക്കി. ആ മനുഷ്യൻ ചോദിച്ചു, അകത്തോട്ട് വന്നോട്ടെ. ആദ്യ പുള്ളി വിസമ്മതിച്ചു. എത്ര മണിക്കാണ്? വെളുപ്പാൻ രാവിലെ 5 മണിക്കാണ്. ഈ മനുഷ്യൻ ആരാന്നറിയാവോ? ആ പട്ടണത്തിൽ ദൈവം അയച്ച ഒരു ശക്തനായ മിഷണറിയായിരുന്നു. ഈ മിഷണറിയായ ദൈവദാസൻ മുമ്പ് ഇവരെ അറിയാം. എങ്ങനെ അറിയുന്നറിയോ? ഇവർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളായിരുന്നു. ഈ ദൈവ മനുഷ്യന് അന്ന് ഇവരോട് സുവിശേഷം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ പൊസിഷനും പവറൊക്കെ കണ്ടപ്പോൾ പറയാൻ പറ്റിയില്ല. എന്നാൽ ചില നാളുകളായി ഈ ദൈവ മനുഷ്യൻ ഈ കുടുംബത്തെ അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞ് ഇന്ന തൊഴുത്തി കിടക്കുക എന്ന് പറഞ്ഞാലും വെളുപ്പാൻ രാവിലെ 5 മണിക്ക് ഏത് മിഷണറി ഏത് വീട്ടിലാണ് വരുന്നേ? വെളുപ്പാൻ രാവിലെ 5 മണിക്ക് ഏത് മിഷണറി ഏത് വീട്ടിൽ വരും? ഇതിൻ്റെ അർത്ഥം എന്നറിയോ? ഒരു വീട്ടിനകത്ത് മരണത്തിൻ്റെ അധികാരി കയറുന്നതിന് മുന്നമേ ലോത്തിന്റെ വീട്ടിൽ ഉഷസായപ്പോൾ ദൂതന്മാർ ചെന്നതുപോലെ ഈ സുവിശേഷ യോഗത്തിനകത്ത് ദൈവദൂതന്മാർ പിശാച് മരണമായി ചെല്ലുമറയുന്ന വീട്ടിനകത്ത് ജീവനായിട്ട് ദൈവദൂതന്മാർ വരികയാണ്. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം. കണ്ടോ, ലോത്തിന്റെ കൂടാരത്തിനകത്ത് ന്യായവിധി ഇറങ്ങുന്നതിന് മുന്നേ ദൈവം ആരെ അയച്ചു? ഉൽപ്പത്തി 19:15 ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തിയിട്ട് പറയാ, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിച്ചു പോകാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയും ഇവിടെ കാണുന്ന 2 പുത്രിമാരെ എന്ത് ചെയ്യുക? കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. മരണം കയറുന്നതിന് മുന്നമേ ജീവൻ കയറും. ഈ സുവിശേഷ യോഗത്തിൽ സംഭവിക്കുന്ന കാര്യം, ചില വീടുകൾക്കകത്ത് ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് മരണം കയറുന്നതിന് മുന്നമേ യേശുവിൻ്റെ ജീവൻ കയറുകയാണ്. ഇത് മരണത്തെ പിശാചും നിശ്ചയിച്ചിരിക്കുന്ന മരണത്തിൻ്റെ സമയത്തെ തെറ്റിച്ചിട്ട് യേശുവിൻ്റെ ജീവൻ കയറി വരുന്ന. ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്നറിയാവോ? ആ മനുഷ്യൻ ചോദിച്ചു, എന്താ പറ്റി, എന്താ പ്രശ്നം? ആവർത്തിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ വൈഫിൻ്റെ പിതാവ് കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾക്ക് പറ്റും. വൈഫിൻ്റെ പിതാവ് ചോദിച്ചു, ആർക്കാ പറ്റുന്നേ? അദ്ദേഹം പറഞ്ഞു, യേശുവിന് കഴിയും. ആർക്ക് കഴിയും? യേശുവിന് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നേക്ക് 19 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈഫിൻ്റെ പിതാവ് ആ ദൈവ മനുഷ്യനോട് ചോദിച്ച ചോദ്യം, യേശു അദ്ദേഹം എവിടെ താമസിക്കുന്നു, എന്ത് ജോലി ചെയ്യുന്നു? എവിടെ താമസിക്കുന്നു? കാരണം ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ടെന്നറിയാം. പക്ഷെ ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ പേര് യേശു എന്നറിയത്തില്ല. സത്യം, ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ പേര് യേശു എന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞ് യേശു എവിടെ താമസിക്കുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നേ? പുള്ളി യേശുവിനെ അങ്ങ് പരിചയപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴാ പുള്ളി അടുത്ത് പറഞ്ഞു,
യേശുവിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നും. അപ്പോൾ ഇവരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് വല്ലതും അങ്ങോട്ട് എന്ത് ചെയ്യണം. കാരണം ഇന്നലെ പോയ ദൈവങ്ങളല്ല പലതും വാങ്ങിച്ചവരാ, വാങ്ങിച്ചിട്ടും രക്ഷിക്കാൻ പറ്റാത്തതാ. സ്വതന്ത്രം പറഞ്ഞേ, ഈ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ ആ 38 ആ രക്തസ്രവം പിടിച്ച സ്ത്രീ എന്നേ രക്ഷപ്പെട്ടേനെ അല്ലേ? അല്ലേ? സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞു ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. കേൾക്കണേ, ഈ മനുഷ്യൻ ആ തൊഴുത്തിനകത്ത് മുട്ടുമടക്കിയിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവരുടെ മനസ്സ് മാറിയത് എന്തുകൊണ്ടെന്നറിയാവോ? ഇന്നലെ പോയ പലരും ഇവിടെ നിന്ന് സമ്പത്ത് വാങ്ങിച്ചു, പക്ഷെ ഇവർക്ക് വേണ്ടി കരഞ്ഞ ആരെയും കണ്ടിട്ടില്ല. ഇവർ പലരുടെ മുമ്പിൽ പോയി കരഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ഇവരുടെ വിഷയത്തിന് വേണ്ടിയിട്ട് അടുത്തൊരാൾ കരയുന്നത് കണ്ടത്. ആ കണ്ണുനീരാണ് 5 പേർ ഇന്ന് രാത്രി ജീവനോടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഈ പട്ടണത്തിനകത്ത് തിരഞ്ഞു പ്രാർത്ഥിച്ച് കരയുന്ന അഭിഷക്തന്മാരെ ഞാൻ ഇന്ന് രാത്രി പറയാ, ചില വീടുകളുടെ മരണം മാറിപ്പോകുക. ആ മനുഷ്യന്റെ കണ്ണുനീര് ആ വീട്ടിന്റെ മരണം മാറ്റി. ആ വീട്ടിന്റെ മരണം മാറ്റി. മധ്യസ്ഥത അണയ്ക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ മരണം മാറിപ്പോകുമെന്ന് അബ്രഹാം സാന്നിധ്യത്തിനകത്ത് നിന്ന് മധ്യസ്ഥത അണച്ചപ്പോൾ സോദോമിനകത്ത് ലോത്തിന്റെ വീട്ടിനകത്ത് കയറാനിരുന്ന മരണം വഴിതിരിഞ്ഞെങ്കിൽ ഇന്നു രാത്രി ഈ പട്ടണത്തിനകത്ത് ഈ സുവിശേഷ യോഗം ഒരു മധ്യസ്ഥതയാണ്. ഈ പട്ടണത്തിനകത്ത് ഇരുളുകൊണ്ട് നിറഞ്ഞ് ചില വീടുകളുടെ മരണം മാറുകയോ. ഹല്ലേലൂയ. ഇത് മരണത്തെ മാറ്റുന്ന യോഗമാണ്. അന്ന് ആ കുടുംബം രക്ഷപ്പെട്ടതാ. സ്തോത്രം പറഞ്ഞേ. യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിന് വേണ്ടി ഇന്നും ജീവിക്കുകയാണ്. തകർന്നുപോയ വിദ്യാഭ്യാസം ദൈവം കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ നന്മകൾ ജീവിക്കാൻ ആവശ്യമുള്ളത് ദൈവം കൊടുത്തു. പണ്ടത്തെ പോലെ വലിയ സമ്പന്നനാക്കിയില്ലെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളത് കൊടുത്തു. സ്തോത്രം പറ. തകർന്ന് തരിപ്പണമായി തീരുവെന്ന് പറഞ്ഞത് ഇന്ന് കണ്ടോ, ജീവനോടെ ഇരിക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് ഇന്നേ ജാസേ കാണട്ടെ. ഒന്ന് നീല കളറിലല്ല നല്ല കളറിൽ നിൽക്കുകയാണ്. യേശുവിൻ്റെ പവർ വെളിപ്പെട്ടാൽ ഇങ്ങനെ ഇരിക്കും. പിശാച് പറഞ്ഞു മുക്കി കൊന്നുകളയുമെന്ന്. നിന്നെയും നിന്റെ കുടുംബത്തെയും മുക്കാൻ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. നിന്റെ തലമുറയെ മുക്കാൻ, നിന്റെ കുടുംബത്തെ മുക്കാൻ, നിന്റെ ഹസ്ബൻഡിനെ മുക്കാൻ, നിന്റെ തലമുറയെ മദ്യപാനത്തിൽ മുക്കാൻ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. കരം അടിച്ചൊന്ന് ചേർന്ന് ആരാധിച്ചോ. ഇന്ന് രാത്രി ഒരു ജയവേട്ടെടുത്തോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സിഖ് മതത്തിൽ ഇത് യേശുവിനെ അറിഞ്ഞപ്പോ അപ്പോഴ് നാട്ടുകാരൊക്കെ വന്നു, വീട്ടുകാർ വന്ന് പറഞ്ഞു, യേശുവിനെ തള്ളിക്കളഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്ന വീട് വാങ്ങിച്ചു തരാം, ആഗ്രഹിക്കുന്ന ബിസിനസ് തുടങ്ങാൻ എന്ത് ചെയ്യാം. പക്ഷേ നീ തകർന്ന് തരിപ്പണാകും വരത്തില്ല. പക്ഷെ സത്യദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാർ വരും. ആര് വരും? നീ വെള്ളം അടിച്ച് ഫിറ്റായി വെമ്പന്നൂരിലൂടെ നടന്നോ, പക്ഷെ യേശുവിനെ ആരാധിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ മോനെ? നീ കഞ്ചാവ് വലിച്ചോ, MDMA അടിച്ചോ, പക്ഷെ യേശുവിനെ ആരാധിക്കാൻ. സ്തോത്രം സ്തോത്രം. ഈ ലോകത്തിന് എതിർപ്പുള്ളൊരു മാർഗം ഉണ്ടെങ്കിൽ ഈ മാർഗമാണ്. കാര്യം അറിയോ, ഈ മാർഗം ലോകത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് പോകുന്നതല്ല. ലോകത്തിൻ്റെ സിസ്റ്റത്തെ പൊളിക്കുന്ന ഒരു മാർഗം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ മാർഗമാണ്. സ്തോത്രം. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടും. അതാണ് ഉപദേശം, പുതിയ നിയമ ദൈവസഭയുടെ ഉപദേശം, സ്നാനം.
യേശുവിനെ അറിഞ്ഞിട്ട് സ്നാനപ്പെടാതെ ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നെങ്കിൽ നീ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് എന്നും ഇരിക്കാനല്ല, അടുത്ത ഘട്ടം യേശുവിനോടുകൂടെ ചേരണമെങ്കിൽ സ്നാനപ്പെടണം. യേശുവിനോട് കൂടെ ചേരാൻ എന്ത് വേണം? ചില ആൾക്കാരുണ്ട് എന്നും രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെട്ടിരിക്കാനല്ല, രക്ഷിക്കപ്പെട്ടാ പോരാ, ചേരണം അവനോടുകൂടെ ചേരണം. ആ കാഹളം ധ്വനിക്കുമ്പോൾ നീ പറക്കണം. രക്ഷിക്കപ്പെട്ടവർ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, അവനോടുകൂടെ ചേരണമെങ്കിൽ നീ സ്നാനമേൽക്കണം. സ്തോത്രം പറഞ്ഞേ. ഈ സുവിശേഷ യോഗത്തിനകത്ത് യേശുവിനെ അറിഞ്ഞിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുത്തിട്ടേ പോകാവൂ. ഇന്ന് രാത്രി തീരുമാനമെടുത്തോണം. അവർ സ്നാനപ്പെട്ടു, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു പെണ്ണ് കിട്ടത്തില്ല. അനുജനെ നോക്കി പറഞ്ഞു പെണ്ണ് കിട്ടത്തില്ല. പെൺപിള്ളേരെ നോക്കി പറഞ്ഞു കല്യാണം ഒന്നും ചെയ്യത്തില്ല. ഈ ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവരുടെ വിവാഹം നടക്കാൻ ഇച്ചിരി അല്ലേ. നാട്ടുകാരൊക്കെ ഇപ്പോൾ ഒരേ സൗകര്യത്തോട് പറയണം, നിൻ്റെ പിള്ളേർ വന്ന് ആര് കേട്ടാൻ. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? 3 മാസത്തിനകത്ത് വെച്ച് 3 പേരുടെ കല്യാണം നടന്നു. 2017 നവംബർ മാസത്തിൽ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കല്യാണം, 2017 ഡിസംബർ മാസം 11-ാം തീയതി എൻ്റെ ജാസ്മീറ്റിൻ്റെ കല്യാണം, 2018 ഫെബ്രുവരി മാസം അല്ലേ, ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ കല്യാണം. സ്വതന്ത്രം കർത്താവ് വിശ്വസ്തനാന്നേ. ലോക എന്ത് നടക്കത്തില്ലെന്ന് പറയുന്നു അത് ചെയ്യുന്നവനാണ് കർത്താവ്. ഇന്ന് രാത്രി മനുഷ്യൻ നിന്നെ നോക്കി എന്താ നടക്കത്തില്ലെന്ന് പറഞ്ഞേ അത് ചെയ്യാൻ റെഡിയായിട്ട് ഇന്ന് രാത്രി ഒരുത്തൻ വന്നിട്ടുണ്ട്. യേശുവിനെ അറിഞ്ഞ പഞ്ചായത്തിൽ നിന്ന് വീട് വരൂലെന്ന് പറഞ്ഞു. പോട്ടെ, പഞ്ചായത്തിൻ്റെ 1000 സ്ക്വയർ ഫീറ്റ്, 1000 അല്ല, എത്ര 700 എത്ര പഞ്ചായത്ത് അനുവദിക്കുന്ന എത്ര സ്ക്വയർ 500 സ്ക്വയർ പഞ്ചായത്ത് അനുവദിക്കുന്ന 400 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ആർക്ക് വേണം? ദൈവം നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന 2000 സ്ക്വയർ ഫീറ്റാ. സ്തോത്രം പറ. ഇന്ന് പകൽ യേശുവിനെ അറിഞ്ഞാൽ നിന്റെ നന്മയെ തടയുമെന്ന് ലോകം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നത് പഞ്ചായത്തിന്റെ 400 സ്ക്വയർ ഫീറ്റിനകത്തല്ല. യേശുവിനെ അറിയാതിരുന്നാൽ നിനക്ക് ലോകം അളന്നു തരും. യേശുവിനെ അറിഞ്ഞാൽ അളക്കാതെ നിനക്ക് തരും. ഒന്ന് കരമടിച്ചെന്നാരാധിക്ക. ഈ ലോകം അളന്നു തരുന്നതാണ്, എന്നാൽ യേശു നിനക്ക് അളക്കാതെ തരും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അളന്നു തരുന്ന ലോകത്തെ വേണോ, അളവില്ലാതെ തരുന്ന യേശുവിനെ വേണോ? ഇന്ന് രാത്രി തീരുമാനിക്കുക. ഇവിടെ ഇരിക്കുന്ന പലർക്കും സാക്ഷി പറയാനുണ്ട്. നിനക്ക് അളന്നു കിട്ടിയതാണ് ലോകം തന്നത്. ഇന്ന് രാത്രി അളക്കാതെ നിനക്ക് തരുന്ന ഒരുവനുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ ആവേശത്തോടെ പ്രസംഗിക്കുന്ന യേശുവാണ്. അന്ന് യേശുവിനെ അറിഞ്ഞു, മാന്യമായിട്ടുള്ള കുടുംബജീവിതം തന്നു. മൂത്ത ആളെ വിദേശ രാജ്യത്ത് യൂറോപ്യൻ കൺട്രിയിൽ കർത്താവ് സെറ്റിലാക്കി. രണ്ടാമത്തെ ആൾ കേരളത്തിൽ എൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും പല യാത്രകൾ ചെയ്ത് എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുകയാണ്. മൂന്നാമത്തെ ആൾ പഞ്ചാബിൽ തകരുമെന്ന് പറഞ്ഞവരുടെ ഇടയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിശാച് പൊളിച്ചെന്ന് പറഞ്ഞ കുടുംബത്തെ സ്വർഗം എഴുന്നേൽപ്പിച്ച് നിർത്തിയെങ്കിൽ ഇന്ന് പകൽ മരണത്തിന്റെ അധികാരിയായ ഹോരന പിശാചേ, നീ ആക്സസ് ചെയ്യാൻ പോകുന്ന ചില വീടുകൾ ഇന്ന് രാത്രി ആത്മാവിൽ അതിനെ കട്ട് ഓഫ് ചെയ്തിട്ട് ഒന്ന് കരമടിച്ച് ആരാധിച്ചോ. ഇതിനകത്ത് ഭയങ്കര അഭിഷേകം ധരിക്കുകയാണ്, തൊടുന്നു. പ്രാപിക്ക. ആ തീ ഇതിനകത്ത് ഇറങ്ങട്ടെ, ആ ദൈവശക്തി ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്ന ദൈവ സാന്നിധ്യം ഈ വെമ്പന്നൂർ, അരുവിക്കര, ഈ ആരിനാട് പട്ടണം മുഴുവനും ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഈ ദേശത്തിന്റെ 4 ദിക്കിലേക്ക് ഒഴുകി ഭയങ്കര രക്ഷ വെളിപ്പെട്ടു വരട്ടെ.
ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് നടുവിൽ യേശു അന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് യേശുവിനെ അറിഞ്ഞാൽ ഇതാ, യേശു വന്നു കഴിഞ്ഞാൽ സമാധാനം. അതല്ല, യേശു പിറന്നു വീണതും ആദ്യത്തെ ദൂത് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. യേശുവിൻ്റെ അടുത്ത പേര് സന്തോഷമെന്ന്. യേശു നിന്റെ വീട്ടിൽ വന്നാൽ സന്തോഷം വന്നെന്ന്. ഈ ഭൂമിയിലെ സ്വർഗമാക്കി നിന്റെ ഭവനത്തെ മാറ്റും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പിശാച് പറഞ്ഞു നിന്റെ വീട്ടിനെ നരകമാക്കുമെന്ന്. എന്നാൽ സ്വർഗം പറഞ്ഞു നിന്റെ വീടിനെ ഞാൻ ഭൂമിയിലെ സ്വർഗമാക്കും. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുന്നേ ഈ സ്റ്റേജ് നിറച്ചൊരു കുടുംബം നിന്നില്ലേ? അവരെ കുടുംബം നരകമായിരുന്നില്ലേ? പക്ഷെ യേശു വന്നതിന് ശേഷം സ്വർഗമായില്ലേ? സ്തോത്രം പറ. ഇതാ, യേശു വന്നാൽ നരകം സ്വർഗമാകുമെന്ന്. നിന്റെ തകർന്ന വീട്, നിന്റെ തകർന്ന തലമുറ, നിന്റെ നശിച്ച കുടുംബജീവിതം ഇന്ന് രാത്രി പണിയുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആത്മാവിൽ ആരാധിച്ചോ. യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ച്. അപ്പൊ ശ്രദ്ധിക്കണം, ഭയം വന്നു കഴിഞ്ഞാൽ വാതിലടയ്ക്കും. ഭയം വന്നാൽ എന്തടയ്ക്കു വെച്ചാ ഓട്ടോമാറ്റിക്കായിട്ട് വാതിൽ. ഇവിടെ അടച്ച വാതിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അടച്ചതല്ല, ഭയം മുഖാന്തരം അടച്ചതാ. ആരെ ഭയന്ന്? യഹൂദന്മാരെ ഭയന്ന്. സ്തോത്രം പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ ലൈഫിൽ യേശുക്രിസ്തുവിൻ്റെ മരണം അവർക്ക് വലിയൊരു നഷ്ടവും അവർക്ക് ഭയവുമായിരുന്നു. അവരുടെ ചിന്ത അടുത്ത ടേൺ എൻ്റേതാണ്. അടുത്ത ടേണ്. ഈ ഭയം ഏതാണെന്നറിയാവോ? മരണഭയമാണ്. ഏത് ഭയം? മരണഭയം. അകത്ത് കയറിയിട്ട് വാതിലടച്ചിരിക്കുക. ഈ മരണഭയം ഉണ്ടാകാനുള്ള കാര്യം എന്നറിയോ? ഗെത്സമനയിൽ യേശു കർത്താവ് പിടിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം യേശു കർത്താവ് ഇരിക്കുമ്പോൾ, മത്തായി സുവിശേഷം 26:38 യേശു കർത്താവ് മരണഭയം അല്ലെങ്കിൽ മരണവേദന, ആ വാക്ക് ഞാൻ തിരുത്തുകയാണ്, പ്രാണവേദന അകത്ത് ധരിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഉണർന്നിരിക്കണം. ഈ രാത്രി നിങ്ങൾ എൻ്റെ കൂടെ എന്ത് ചെയ്യണം? യേശുവിന് മരണഭയമല്ല, പ്രാണവേദന. അങ്ങനെ എഴുതിയിരിക്കുന്ന മരണവേദന അല്ലേ? ഇന്നലെ യേശു കർത്താവ് അവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യട്ടെ. ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അന്ന് അവന്മാർ പ്രാർത്ഥിച്ചില്ല. യേശു കർത്താവ് മാറിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോൾ ഇവരിരുന്ന് ഉറങ്ങുകയാണ്. യേശു അവരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരുത്, ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? രണ്ടാം വട്ടം യേശു പോയിട്ട് വന്നപ്പോൾ ഇവർ ഉറങ്ങുന്നു. എന്നിട്ടും പറഞ്ഞു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. 3-ാം വട്ടം പോയിട്ട് വന്നപ്പോൾ ഇവർ ഉറങ്ങുക. യേശു അവസാനം പറഞ്ഞു, ഇവർ ഉണരത്തില്ലെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഇനി ഉറങ്ങി എന്ത് ചെയ്യുക? രസിച്ചു കൊള്ളുക, അതാ പുത്രൻ പിടിക്കപ്പെടാൻ പോവാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് പ്രാർത്ഥിച്ച് ജയമെടുത്തിരുന്നെങ്കിൽ ഇന്ന് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചകത്തിരിക്കേണ്ടി വരത്തില്ലായിരുന്നു. സ്തോത്രം പറഞ്ഞേ. എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, യേശു പറഞ്ഞാൽ കേൾക്കാത്തത് മനുഷ്യനാണ്. യേശു പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് വരെ എന്ത് ചെയ്യും? കേട്ടില്ലേ? യേശു കർത്താവ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരുമായിട്ട് മരുഭൂമിമലയിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ഒരപ്പൻ ചന്ദ്രരോഗം പിടിച്ച ഒരുത്തിനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അവന്മാർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ആയില്ല. നേരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു കർത്താവ് നേരെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, അല്പവിശ്വാസികൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ചപ്പോൾ അവൻ്റെ രോഗം എന്ത് ചെയ്തു? യേശു ഭൂതത്തെ ശാസിച്ചപ്പോൾ പോയി. പറഞ്ഞോ? പോകത്തില്ലെന്ന് പറഞ്ഞോ? എന്ത് ചെയ്തു? പോയി. കേട്ടോണം. കവർന്ന ഭൂമിയിലെ പള്ളിക്കകത്ത് അശുദ്ധ ഭൂതം ബാധിച്ചവൻ അലറി വിളിക്കുകയാണ്. അലറി വിളിച്ചു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധം തന്നെ എന്ന് ഉറക്കെ എന്ത് ചെയ്തു? നിലവിളിച്ചു. യേശു പറഞ്ഞു, മിണ്ടരുത്. എന്ത് ചെയ്യരുത്? അവൻ നാക്ക് പൊക്കിയിട്ടില്ല. പക്ഷേ
3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന്. കേട്ടോ 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 കേട്ടില്ല? ഞാൻ ഇന്ന് രാത്രി പറയാം, യേശു പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക ലോകങ്ങൾക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി യേശുവിൻ്റെ ശബ്ദം അനുസരിക്കണം. എനിക്കറിയാം, ഈ വെമ്പന്നൂർ പട്ടണത്തിൽ ഈ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശബ്ദം ആദ്യമായിട്ടല്ല. ഇവിടെ കാണുന്ന മനുഷ്യരോട് എത്ര വട്ടം പല അഭിഷക്തന്മാർ ഈ ഉച്ചഭാഷണിയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രസംഗിച്ചു. മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ എന്ന് പറഞ്ഞിട്ടും മടങ്ങി വരാതെ വീടിനകത്തു മടിച്ചിരിക്കുന്ന മനുഷ്യരോട് പറയുക, നീ ആപത്തിൽ ചെന്നകപ്പെടാതിരിക്കാൻ യേശുവിലേക്ക് വാ. സ്നാനപ്പെടാൻ എത്ര വട്ടം പറഞ്ഞു, കേട്ടില്ല? ഞാൻ പറഞ്ഞ പിശാച് പറഞ്ഞാൽ എന്ത് ചെയ്യും? കേൾക്ക്, പുള്ളി ആദ്യം പോത്തില്ലെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി എന്നെ പറയും, എന്നെ വിടാൻ. ആണോ? ആദ്യം പറയും, ഞാൻ നിന്നെയും കൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ. പക്ഷെ അവസാനം പറയും, എനിക്ക് ആരും കൊണ്ടുപോകണം, എന്നെ ഒന്ന് എന്ത് ചെയ്താൽ മതി. മറ്റേ തീ കത്തിക്കുക എന്നുള്ള പാട്ടിൻ്റെ 2ാമത്തെ ലൈൻ പാടുമ്പോഴേ പുള്ളി പറയും, ഞാൻ എന്ത് ചെയ്യാണ്. ആദ്യം പോകത്തില്ലെന്ന് പറഞ്ഞ ആളാ, ഇപ്പോൾ പറയണം, എനിക്ക് ആരും എന്നെ ഒന്ന് എന്ത് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ പിശാച്. സ്വത്രം പറഞ്ഞേ, ഇത്രയേ ഉള്ളൂ പിശാച്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി പൈശാചിക മണ്ഡലങ്ങൾ അധികാരമുള്ളവൻ പറഞ്ഞാൽ പോകും. പക്ഷേ അധികാരമുള്ളവർ പറഞ്ഞാൽ കേൾക്കാത്തൊരു ടീമുണ്ടെങ്കിൽ മനുഷ്യരാണ്. അധികാരമുള്ളവർ പറഞ്ഞാൽ കേൾക്കാത്ത ആരാണ്? പറ, മനുഷ്യൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വെമ്പന്നൂരോട് പറയുക, ഈ അധികാരത്തിൻ്റെ വചനം പറയുമ്പോൾ ഈ വചനം അനുസരിച്ച് ജീവിച്ചോണം. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ ജീവിച്ചോണം. നിനക്ക് നന്മയുണ്ടാകാൻ, നാമിൽ കാകളം തൊനിക്കുമ്പോൾ നീ എടുക്കപ്പെടാൻ, നിന്റെ വീട്ടിൻ്റെ നിത്യമരണം മാറി നിത്യതയിലേക്ക് പ്രവേശിക്കാൻ യേശുവിന് വേണ്ടി ഇന്ന് രാത്രി ജീവിച്ചോണം. യേശു എന്ന് പറയാം, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും എന്ത് ചെയ്തു? കാണിച്ചു. കേൾക്കണേ, യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെട്ടത് എങ്ങനെയെന്നറിയാവോ? തേജസ്കരീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെയാണ്. യേശുവിൻ്റെ ശരീരം തേജസ്കരീകരിക്കപ്പെട്ടെങ്കിലും ആ മുറിവിനെ മായ്ച്ചു കളഞ്ഞില്ല. ആ മുറിപ്പാടിന് എന്ത് ചെയ്തില്ല? കൈ മാത്രമല്ല കാണിച്ച്, വിലാപ്പുറവും കാണിച്ചു. വിലാപ്പുറം എന്ന് പറഞ്ഞാൽ എന്തുവാ? വാരിയലിൻ്റെ ഭാഗം. കൈ മാത്രമാണ് കാണിച്ചത്, കൈയും വിലാപ്പുറവും. കൈക്കകത്ത് 2 ഹോളേ ഉള്ളെങ്കിൽ വിലാപ്പുറം മുഴുവനും ഉഴവ് ചാല് പോലെ അടിച്ചു കീറി ചാല് പോലെ വെച്ചേക്കുക. കൈയും കാണിച്ചു, എവിടെയും കാണിച്ചു. ഇത് കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് യേശുവാന്ന്. ഇത് യേശുവാന്നറിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സന്തോഷം. യേശുവാന്നറിഞ്ഞപ്പോൾ, കാരണം ശിഷ്യന്മാർക്ക് പോലും ഒരു ഉറപ്പില്ലായിരുന്നു ഇവൻ ഉയർക്കുവന്ന്. ഇന്ന് രാത്രി മനുഷ്യന്റെ വിധിയെ മാറ്റിമറിച്ചുകൊണ്ട് നിന്റെ വീട്ടിന് സന്തോഷം തരാൻ, നിന്റെ വീട്ടിന് സമാധാനം തരാൻ ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. ഈ പാട് ഏതാണെന്നറിയോ? ഇത് സ്നേഹത്തിൻ്റെ പാടാണ്. നിനക്ക് വേണ്ടി സഹിച്ച സഹനത്തിൻ്റെ പാടാണ്. ഈ മുറിപ്പാടിനെ മറക്കരുത് കേട്ടോ, മറക്കരുത്, മറക്കരുത്. നിന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ പാടായത്. ഈ അപ്പന്മാരൊക്കെ ഈ തലമുറകളൊക്കെ തെറ്റിപ്പോകുമ്പോൾ ഇടയ്ക്ക് കൈയുടെ തഴമ്പ് കാണിച്ചിട്ട് പറയും, കണ്ടോ മോളെ, നിന്നെ വളർത്തി വലുതാക്കാൻ മോനെ ഒത്തിരി പണിയെടുത്ത കരവായത്. ഇന്ന് രാത്രി ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുത് കേട്ടോ. ഇത് സ്നേഹത്തിൻ്റെ മുറിവാണ്, ഇത് സഹനത്തിൻ്റെ അടയാളമാണ്. ഇത് കെട്ടുകഥയല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കെട്ടുകഥയല്ല. അതാ പത്രോസ് പറഞ്ഞത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അത് കെട്ടുകഥയല്ല,
അവൻ ചരിത്രമാണ്, അവൻ ജീവിക്കുന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഒരു അമ്മമ്മ കഥയല്ല, ഇത് ജീവന്റെ സുവിശേഷമാണ്, ഇത് ചരിത്രമാണ്. ഇന്ന് പാലസ്തീനിൽ പച്ചയായ ചരിത്രമാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്. ഇതിനകത്ത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്. അവൻ്റെ കയ്യും വിലാപ്പുറവും കാണിച്ചു. കയ്യും വിലാപ്പുറവും കാണിച്ച ഈ ആണികൾ തറയ്ക്കപ്പെട്ടത്, ഈ ശരീരം ഉഴവ് ചാല് പോലെ കീറിയത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എത്ര പേർ സമർപ്പിക്കും? ആ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന്, ആ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ തയ്യാറാണെന്ന് എത്ര പേർ പറയും? എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടയ്ക്കട്ടെ. നമ്മൾ ചില മിനിറ്റുകൾ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം തരികയാണ്.